എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 191 എപ്പിസോഡാണ്. ഈ ബുക്ക് റിവ്യൂയെ സംബന്ധിച്ചവരെ 41 വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നു, അതായത് 13 ചാപ്റ്റർ. ഈ 13 ചാപ്റ്ററും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്കതിനെക്കുറിച്ച് അറിയുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം അതിനെ ഞാൻ വിചാരിച്ചു കുഞ്ഞു വീഡിയോ ആയിട്ടിടാം. 4 വീഡിയോ ആയിട്ട് ഇടാനാണ് എൻ്റെ പ്ലാൻ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ടൈറ്റിൽ എന്തുവാ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ യുവർ സബ് കോൺഷ്യസ് ആൻഡ് ദ വണ്ടേഴ്സ് ഓഫ് സ്ലീപ്പ്. സ്ലീപ്പ് എന്ന് വെച്ചാൽ ഉറക്കം, എല്ലാവർക്കും അറിയാം. ഈ ഉറക്കത്തിനെ കുറിച്ച് തന്നെ ഒരുപാട് ചർച്ചകളുണ്ട്. എത്ര മണിക്കൂർ ഉറങ്ങണം, ഉറങ്ങുന്നത് നല്ലതാണോ, കൂടുതൽ ഉറങ്ങാവോ, കുറവായിട്ട് ഉറങ്ങണോ, എന്തുവാന്നൊക്കെ. അപ്പം ഈ ബുക്കിലും ആദ്യം ഒരു പേജല്ല, 1, 2, 3 പേജിന് ഈ ഉറക്കത്തിനെ കുറിച്ച് ചർച്ചയെക്കുറിച്ചാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അതും ഒരേ ഒരു എക്സാമ്പിളും കൂടെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് തരാമെന്ന്. എന്നുവെച്ചാൽ ഇതിൽ നമുക്ക് എല്ലാ സംശയങ്ങളും തീർന്നു കിട്ടുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ രീതിയിൽ. ബുക്ക് എഴുതിയിരിക്കുന്ന രീതി വളരെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ അടുത്ത് പങ്കിടാമെന്ന് വിചാരിച്ചു. ഇതിൽ വേറൊരു കാര്യം ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്തുവാന്ന് വെച്ചാൽ ഇത്രയും നാൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഈ ബുക്കിലും പറയുന്നത്, ഉറക്കത്തിനെ കുറിച്ച്. അപ്പം ഇത്രയും വലിയ ഒരു ബുക്ക് എൻ്റെ കോൺസെപ്റ്റിനെ, എൻ്റെ ഐഡിയയെ ശരിവെക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ വലുതായിട്ട് വഴി തെറ്റിയിട്ടില്ല, നല്ല രീതിയിലാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സമാധാനം. ഓക്കെ, എന്തുവാന്ന് നോക്കാം. അപ്പം നമ്മൾ ഉറക്കത്തിനും സബ് കോൺഷ്യസ് മൈൻഡിനുമുള്ള സംബന്ധമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് പൊതുവേ നമ്മൾ പറയുന്നത് എന്തുവാ, 8 മണിക്കൂർ ഉറങ്ങണം. ഇപ്പം ഒരു ദിവസത്തിനെ നിങ്ങൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ജോലിയൊക്കെ ചെയ്യാം എന്ന് പറയുമ്പം ഒരു 4 മണിക്കൂർ നമ്മളുടെ പേഴ്സണൽ കാര്യത്തിനായിട്ട്, അതായത് കുളിക്കുക, എണീക്കുക, അന്ന് നടക്കേണ്ട വേസ്റ്റ് പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, പിന്നെ കുളിക്കുക, പിന്നെ അല്ലെങ്കിൽ നടക്കാൻ പോവുക, യോഗ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരു ദിവസം 4 മണിക്കൂർ. വേറൊരു 4 മണിക്കൂർ എന്ന് പറയുന്നത് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുക, അങ്ങനത്തെ. പിന്നെ ഒരു 8 മണിക്കൂർ എന്ന് പറയുന്നത് ഓഫീസിലെ ജോലി, ഓഫീസിൽ പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറെ വീട്ടു ജോലിയാകാം, എന്തു വേണമെങ്കിലും ആകാം. വേറെ അതായത് 24 hours 24 മണിക്കൂറിനെ 8 ആയിട്ടാണ് നമ്മൾ പിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 8 നമ്മളുടെ പേഴ്സണൽ തിങ്സും മറ്റ് ജോലികളും. അടുത്ത 8 ഈ ഓഫീസ് പോകുന്നതും, അല്ലെങ്കിൽ പ്രൊഫഷണൽ. ഫസ്റ്റ് 8 പേഴ്സണൽ, സെക്കൻഡ് 8 പ്രൊഫഷണൽ. മൂന്നാമത്തെ 8 എന്തുവാ, ഉറക്കം. അങ്ങനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം ഒരു ദിവസത്തിൽ 3/1 ഭാഗം നമ്മൾ ഉറങ്ങി തീർക്കുക. അങ്ങനെയെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ലൈഫ് ടൈമിൽ 3/1 ഭാഗം നമ്മൾ ഉറങ്ങിയേ കഴിക്കുന്നു, ഉറങ്ങി തന്നെ തീർക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, ഈ എല്ലാവരും 8 മണിക്കൂർ ഉറങ്ങണം എന്ന് പറയും. ഇപ്പോഴത്തെ റിസർച്ചൊക്കെ പറയുന്നത് കറക്റ്റായിട്ട് 8 മണിക്കൂർ ഉറങ്ങണമെന്ന് എവിടെയും എഴുതി വച്ചിട്ടില്ല. അങ്ങനെ ഒരു ചൊല്ല്, ഒരു 1/3 ലൈഫ് പോകുന്നു, 1/3 ലൈഫ് നമ്മൾ ഉറങ്ങിക്കഴിയുന്നു എന്ന്. ഓക്കെ, പക്ഷേ എല്ലാവരും തീർച്ചയായിട്ടും 8 മണിക്കൂർ ഉറങ്ങണമെന്ന് എവിടെയും ഒരു നിയമമില്ല, എവിടെയും സയൻറ്റിഫിക്കായിട്ട് പ്രൂവും ചെയ്തിട്ടില്ല. അപ്പം വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ അവരവരുടെ ദേഹത്തിനേറ്റ പോലെ, അവനവൻ കഴിക്കുന്ന ഫുഡിനേറ്റ പോലെ, അവനവൻ ചെയ്യുന്ന ജോലിക്കേറ്റ പോലെ നമുക്ക് ഉറക്കത്തിൻ്റെ അളവ് വ്യത്യാസപ്പെടും.
ഒരുപാട് ഹെവിയായിട്ട് ജോലി ചെയ്യുന്നു, ഈ കെട്ടിടപ്പണിക്കൊക്കെ പോകുന്നു, അവർക്കൊക്കെ നല്ല മേലുവേദന കാണും. അപ്പോൾ അവരൊക്കെ 8 മണിക്കൂർ ജോലി ചെയ്യുന്നു, 2 മണിക്കൂറിൽ വീട്ടിൽ എത്തുന്നു, വല്ലതും കഴിച്ചിട്ട് 10 മണിക്കൂർ കിടന്ന് ഉറങ്ങിയാലും തെറ്റില്ല. എന്നുവെച്ചാൽ അത്രയും ഉറക്കം അവർക്ക് വേണം, അത്രയും ദേഹക്ഷീണമുണ്ട്. അവർക്ക് ബുദ്ധിക്ക് ജോലിയില്ല, ബുദ്ധിക്ക് വലിയ ജോലിയില്ല. മേസ്ത്രി പറയുന്ന പോലെ കൊത്തനാരും ചിത്താളും ചെയ്താൽ മതി. മേസ്ത്രിക്ക് കുറച്ചെങ്കിലും ആലോചിക്കണം, മറ്റവർക്ക് പറയുന്ന പോലെ ചെയ്താൽ മതി. അതേ സമയത്ത് ഒരു IT പ്രൊഫഷണൽ ടോപ്പ് ലെവലിലിരിക്കുന്നു, IT പ്രൊഫഷണൽ, അവൻ്റെ അടിയിൽ 1000 പേര് ജോലി ചെയ്യുന്നു. അപ്പോൾ അവരുടെയൊക്കെ റിപ്പോർട്ടും കാര്യങ്ങളും അതും ഇതുമൊക്കെ ദിവസവും സ്ക്രൂട്ടിനൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അവന് ദേഹത്തിന് ഒരു ജോലിയില്ല. ദേഹത്തിന് ഒരു ജോലിയില്ല എന്ന് വെച്ചാൽ ഈ ഒരു കെട്ടിടപ്പണിക്കാരൻ്റെ പോലെ ദേഹം വെച്ച് അവന് പണിയെടുക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് എത്ര ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അത്രയും ചിന്തിക്കാനും അവന് എനർജി വേണം. ഒരു ചെറിയ കാര്യം പ്ലാൻ ചെയ്യാനും നമുക്ക് എനർജി ഒരുപാട് വേണം. അതുകൊണ്ടാണ് ബ്രെയിനിൽ 2 മിനിറ്റ്സിന് മേളിൽ ഓക്സിജൻ ഇല്ലെങ്കിൽ ബ്രെയിൻ സെൽസ് എല്ലാം ചത്തുപോകും. അതുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നത്. എന്തിനാ? ഹാർട്ട് അറ്റാക്കിൽ ബ്ലഡ് ഫ്ലോ ടു ദ ഹെഡ് നിന്നാൽ ഓക്സിജൻ ഇല്ല, ഫുഡില്ല, അപ്പം തന്നെ ബ്രെയിൻ സെൽസ് ഡെത്താകും. അതാണ് റിസൾട്ടിങ് ഇൻ കോമ. അങ്ങനെ ഡെഡായ സെൽസിനെ തിരിച്ച് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റില്ല, ഡെഡായാൽ ആയത് തന്നെ. ഓക്കെ, അതൊക്കെയാണ് അതിൻ്റെ സയൻസ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്തുവാ? ബ്രെയിൻ സെൽസിന് ഓക്സിജൻ വേണം, എനർജി വേണം, ഗ്ലൂക്കോസ് സപ്ലൈ നടന്നുകൊണ്ടിരിക്കണം. എന്നുവെച്ചാൽ ഓരോ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോഴും അതിൽ ഒരുപാട് എനർജി നമ്മൾ ചിലവിടുന്നുണ്ട്. അപ്പം ചിലർക്ക് ദേഹത്താൽ പാടുപെടുന്നവർക്ക് ഉറക്കം വേണം. ഈ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഉറക്കം വേണം. അത് നിനക്ക് ദേഹം കൊണ്ട് നീ ഒരു പണിയും എടുക്കുന്നില്ല, 8 മണിക്കൂറല്ല 10 മണിക്കൂർ നീ AC-യിലേ ഇരിക്കുന്നു, മേനി അനങ്ങാതെ എല്ലാം നിൻ്റെ സ്ഥലത്ത് ചോദിക്കുന്ന സ്ഥലത്ത് വരുന്നു, പിന്നെ നിനക്കെന്നത്തിന് ഇത്രയും ഉറക്കം? അല്ല, അത് തെറ്റ്. ബ്രെയിനിന് അതേപോലെ ദേഹത്തിന് ആവശ്യപ്പെടുന്നതിനേക്കാട്ടിലും കൂടുതൽ എനർജിയും ഓക്സിജനും ബ്രെയിനാണ് ആവശ്യം. ബ്രെയിൻ കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ വേണം. അവർ കുറച്ച് കൂടുതൽ ഉറങ്ങിയാലും തെറ്റില്ല. അങ്ങനെയാണ്. പിന്നെ അപ്പം 8 മണിക്കൂർ ഉറങ്ങണമെന്ന് കറക്റ്റായിട്ട് കൃത്യം 8 മണിക്ക് ഉറങ്ങണമെന്ന് 8 മണിക്കൂർ ഉറങ്ങണമെന്ന് പറയുന്നത് ശരിയല്ല. 8 മണിക്കൂറിന് കുറച്ച് വേണമെങ്കിൽ കൂടുതലും ഉറങ്ങാം, കുറച്ച് കുറവും ഉറങ്ങാം. സോ ഓൺ ആൻ ആവറേജായിട്ട് നോക്കിയാൽ 6 മണിക്കൂർ ഉറങ്ങുന്നതാണ് ശരി. 6 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. അത്രയും റെസ്റ്റ് വേണം, എല്ലാവർക്കും വേണം. അത് കൂലിപ്പണിയെടുത്താലും ശരി, തോട്ടത്തിൽ പണിയെടുത്താലും ശരി, പുല്ല് വെട്ടിയാലും ശരി, കമ്പ്യൂട്ടറിലിരുന്ന് പണിയെടുത്താലും ശരി, എന്ത് ജോലി ചെയ്താലും ശരി, കുറഞ്ഞത് മിനിമം 6 മണിക്കൂർ വർക്ക് ചെയ്യണം. പിന്നെ ഇതിലും ഒരു വ്യത്യാസമുണ്ട്. ഒരു യോഗിയെ സംബന്ധിച്ചവരെ, അതായത് നല്ല സാധന ചെയ്യുന്ന ഒരു യോഗിയെ സംബന്ധിച്ചവരെ 3 മണിക്കൂർ ഉറങ്ങിയാൽ മതി. എന്നുവെച്ചാൽ ബാക്കി സമയത്തെല്ലാം സാധനയെ കൂടെ അവർക്ക് കോസ്മിക് എനർജി അകത്ത് പൊയ്ക്കൊണ്ടിരിക്കും. സഹസ്രാരം ബ്രഹ്മരേന്ദ്രം വഴി പ്രാണശക്തി അകത്ത് കയറിക്കൊണ്ടിരിക്കും. അവർക്ക് ഉറങ്ങാൻ 3 മണിക്കൂർ മതി. ആ 3 മണിക്കൂറിൻ്റെ സമയമാണ് രാത്രി 12 തൊട്ട് വെളുപ്പാൻ രാവിലെ 3 മണി വരെ. ആ സമയത്ത് ആരും തന്നെ ഒരു മെഡിറ്റേഷനോ ഒന്നും ചെയ്യാൻ പാടില്ല. എല്ലാവരും ഉറങ്ങേണ്ട സമയമാണ് ഈ 12 തൊട്ട് 3 മണി വരെ. പിന്നെ ഒരു യോഗിയാകുമ്പോൾ 3 മണിക്ക് എണ്ണിക്കണം, ബാക്കി സാധനങ്ങളൊക്കെ ചെയ്യണം. മറ്റവരൊക്കെ 4 മണിക്ക് എണ്ണിക്കണം, 5 മണിക്ക് എണ്ണിക്കണം, 6 മണിക്ക് എണ്ണിക്കണം. കൊച്ചുങ്ങളായ 8 മണിക്കൂർ ഉറങ്ങണം. അങ്ങനെയൊക്കെ അവരവരുടെ വയസ്സിനേറ്റ പോലെ, ചെയ്യുന്ന ജോലിക്കേറ്റ പോലെ, കഴിക്കുന്ന ശാപ്പാടിനേറ്റ പോലെ. ഇപ്പോൾ നല്ല നെയ്യൊക്കെ ഇട്ട് ഒരു ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണിക്ക് കൂടെ മതി. എന്നുവെച്ചാൽ ഞാൻ വെജിറ്റബിൾ ബിരിയാണി അതേ കഴിക്കത്തുള്ളൂ, നോൺ വെജ് കഴിച്ചിട്ടില്ല. പക്ഷേ അതുപോലും നല്ല നിറയെ നെയ്യൊക്കെ ഇട്ട് ചെയ്ത ബിരിയാണി ആണെങ്കിൽ
നല്ല മസാലയും എല്ലാം ഇടുമ്പം നല്ല ടേസ്റ്റായിരിക്കും. കൂടുതൽ നമ്മൾ കഴിച്ചാൽ അപ്പം തന്നെ ഒരു ഉറക്കം, ഒരു മയക്കം, ഒരു ഉറക്കം വരും. അപ്പം നോൺ വെജ് കഴിക്കുന്നവരൊക്കെ എന്ത് പറയണം. അപ്പം അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് ഉറക്കത്തിനെക്കുറിച്ച്. സോ ഒരു യോഗിയാനവൻ 3 മണിക്കൂർ ഉറങ്ങുക. സാധാരണപ്പെട്ടവരെല്ലാവരും കുറഞ്ഞത് 6 മണിക്കൂർ ഉറങ്ങുക. ഒരുപാട് പണിയെടുക്കുന്നവൻ ദേഹത്താലായിരുന്നാലും ശരി ബുദ്ധിയാണെങ്കിലും ശരി അവന് 8 മണിക്കൂർ ഉറങ്ങണം. ഇതാണ് അതിൻ്റെ കറക്റ്റ് രീതി. ഓക്കെ. പിന്നെ അപ്പം ഇതിലെന്തുവാ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ സ്ലീപ്പ് ഈസ് എ ഡിവൈൻ ലോ. ഡിവൈൻ ലോ എന്ന് വെച്ചാൽ എന്തുവാ, അത് ഉറക്കം എന്ന് പറയുന്നത് ഒരു ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ദൈവം സൃഷ്ടിച്ചപ്പോഴേ നമുക്ക് ഇത്രയും സമയം ഉറങ്ങണമെന്ന് സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതൊരു ഡിവൈൻ ലോ ആണ്. പക്ഷേ ഈ ആൾക്കാർ ഈ 8 മണിക്കൂറിന് മുകളിൽ ഉറങ്ങുന്നത് എപ്പോഴുമേ അത് നല്ലതല്ല. ഇപ്പോൾ സുഖമില്ല, ഒരുപാട് വയറിളകി, അല്ലെങ്കിൽ നല്ല പനിയാണ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തു, അവർക്കൊക്കെ 8 മണിക്കൂറല്ല 10 മണിക്കൂർ 12 മണിക്കൂർ ഉറങ്ങിയാലും തെറ്റില്ല. ജനിച്ച കൊച്ചുങ്ങളെങ്ങനെ അരമണിക്കൂർ ഉണർന്നിരിക്കും, 1 മണിക്കൂർ ഉറങ്ങും, പിന്നെ അരമണിക്കൂർ ഉണർന്നിരിക്കും, പാൽ കുടിക്കും, വീണ്ടും ഉറങ്ങും. അവർക്ക് ഈ ഉറക്കത്തിലാണ് വളർച്ച. അതുപോലെ ഈ സുഖമില്ലാത്തവർക്ക് ഉറക്കത്തിലാണ് ഹീലിംഗ് നടക്കുന്നത്. അപ്പോൾ അവരൊക്കെ എക്സെപ്ഷനായിട്ട് നോക്കാം. ഓക്കെ, പൊതുവേ നമ്മൾ പറയുന്നത് 6 മണിക്കൂർ ഉറങ്ങണം, അല്ലെങ്കിൽ കൂടിപ്പോയാൽ 8 മണിക്കൂർ. പക്ഷേ ഈ 8 മണിക്കൂറിന് മുകളിൽ ഉറങ്ങിയാലും മൂകതയാണ്. മൂകത എന്ന് വെച്ചാൽ 10 മണിക്കൂർ 11 മണിക്കൂർ ഒക്കെ 12 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങുമ്പം എണ്ണിക്കുമ്പോൾ അവർക്ക് ഒരു ഉന്മേഷവും തോന്നത്തില്ല. വീണ്ടും വീണ്ടും കിടക്കണമെന്നേ തോന്നത്തുള്ളൂ. അത് ഒട്ടും ശരിയല്ല. അതായത് ഈ ഉറങ്ങുക, കഴിക്കുക, ഇത് രണ്ടിലേ ആലോചനയിലിരുന്നാൽ, ഇത് രണ്ടിലേ ഇൻട്രസ്റ്റ് ഉള്ളൂ. ജീവിതമേ ഉറങ്ങാനും കഴിക്കാനുമാണ്. കഴിക്കുക, ഉറങ്ങുക, കഴിക്കുക, ഉറങ്ങുക, കഴിക്കുക, ഉറങ്ങുക, ഇങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം എന്തുവാന്ന് വെച്ചാൽ മൂലാധാര ചക്രത്തിൽ നിന്ന് അവർക്ക് മൂലാധാര ചക്രത്തിലേ തന്നെയാണ് അവരുടെ ജീവിതം കിടക്കുന്നത്. അതിൽ നിന്ന് ഒരു ഉയർച്ച കാണുന്നില്ല. അങ്ങനത്തെ ഉള്ളവർക്കാണ് ഈ മണിക്കൂർ, അതായത് രാത്രി 10 മണിക്ക് കിടക്കും, രാവിലെ 10 മണി വരെ കിടന്നുറങ്ങും. അപ്പം തന്നെ 10 തൊട്ട് 10 12 മണിക്കൂറായി. പിന്നെ എന്തെങ്കിലും ഒരു ജോലി കാട്ടിക്കൂട്ടും, ഉച്ചയ്ക്ക് നല്ല കഴിക്കും, വീണ്ടും ഒരു 3 മണിക്കൂർ കിടന്നുറങ്ങും. ഞാൻ അങ്ങനെയൊക്കെ ഉറങ്ങുന്നവരെ കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ വായും പൊളന്ന്, അതായത് അതിശയിച്ച് നോക്കും, എങ്ങനെ ഇവർക്ക് ഇത്രയും ഉറങ്ങാൻ പറ്റുന്നു. എന്താ വെച്ചാൽ എനിക്ക് ഉറക്കം വേണം, 6 മണിക്കൂറൊക്കെ ഉറങ്ങാം. 8 മണിക്കൂറൊന്നും ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ പഠിക്കുന്ന കാലത്ത് പഠിക്കാനുണ്ടായിരുന്നു, എന്നാലും ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങും. പക്ഷേ ഈ 8 മണിക്കൂർ ഉറങ്ങിയിട്ടില്ല. എന്നെങ്കിലും ഒരു ദിവസം വയ്യെങ്കിൽ ഉറങ്ങുമെന്നല്ല. പക്ഷേ ഈ 10 മണിക്കൂർ, അതിന് പിന്നെ ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ, 2 മണിക്ക് നല്ല പോലെ കഴിച്ചിട്ട് കിടന്നാൽ 4 മണിക്കൂർ ഉറങ്ങും, 6 മണിക്കായിരിക്കും എണ്ണിക്കുന്നത്. അങ്ങനെയൊക്കെ ഉറങ്ങുന്നത് ഒട്ടും ശരിയല്ല. അതൊക്കെ അസുഖം വിളിച്ചു വരുത്താനുള്ള വഴിയാണ്. അപ്പം അവരവരുടെ ദേഹത്തിനനുസരിച്ച് അവരവർ കഴിക്കുന്ന ഫുഡ്, അവരവരുടെ ജീവിതശൈലി, ഒരു യോഗിയെ 8 മണിക്കൂർ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാൽ ഒക്കത്തില്ല അങ്ങേർക്ക്. അതേസമയം സാധാരണ ഇരിക്കുന്നവൻ 3 മണിക്കൂർ ഉറങ്ങിയാൽ മതി, ബാക്കിയെല്ലാം പണിയെടുന്ന് പറഞ്ഞാൽ അവനും ഒക്കത്തില്ല. അദ്ദേഹം അതിന് സമ്മതിച്ച് കൊടുക്കത്തില്ല. അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഏതൊന്നും മിഡിൽ പാത്ത്, ബുദ്ധൻ പറയുന്ന പോലെ മിഡിൽ പാത്തിൽ പോകണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല, രണ്ടുമേ നല്ലതിനല്ല. അപ്പം മീഡിയമായിട്ട് ഉറങ്ങുക, മീഡിയമായിട്ട് കഴിക്കുക, മീഡിയമായിട്ട് ജോലി ചെയ്യുക. അളവിന് മീറി ജോലി ചെയ്യുന്നതും ശരിയല്ല, അതും നമ്മൾ നോക്കണം. ഓക്കെ, സോ ഇതെല്ലാമാണ് ഈ ഉറക്കത്തിൻ്റെ കറക്റ്റായിട്ടുള്ളത്. അപ്പം ഒരുപാട് പേർക്ക് നിങ്ങൾ ഇത് കേൾക്കുന്നവർക്കൊക്കെ സംശയം കാണും. ചിലരൊക്കെ 10 മണിക്കൂർ ഉറങ്ങുന്നു, ഉച്ചയ്ക്കും ഉറങ്ങുന്നു, രാത്രി മുഴുക്കം ഉറങ്ങുന്നു. അതൊന്നും ശരിയല്ല. സോ മാക്സിമം ഇങ്ങനെ വെച്ചോളാം, 8 മണിക്കൂർ മാക്സിമം. കൊച്ചു കുഞ്ഞുങ്ങളും ജനിച്ച കുഞ്ഞുങ്ങളും 1 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ, കുഞ്ഞുങ്ങൾ വളരെ വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ, ഉറക്കം കുറയും ഇല്ലയോ? അങ്ങനെ വയസ്സായവർ
തീരെ വയസ്സായവർ, ഒരുപാട് വയസ്സായവർ, തീരെ സുഖമില്ലാതെ കഷ്ടപ്പെടുന്നവർ, അവർക്കൊക്കെ വേണമെങ്കിൽ കൂടുതൽ ഉറങ്ങാം. അതിൽ തെറ്റില്ല. എന്നുവെച്ചാൽ ഹീലിംഗ് നടക്കുന്നതേ ആ ഉറക്ക സമയത്താണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യം. പിന്നെ വേറൊരു കാര്യം, ഈ ഉറങ്ങുന്നതിന് അളവോടെ ഉറങ്ങി എണ്ണിക്കുമ്പോഴുണ്ടല്ലോ നമുക്കൊരു ഫ്രഷ്നെസ് കാണും. നല്ല പോലെ ഉറങ്ങി, ഇനി എന്തും ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ രാത്രിയൊക്കെ ഉറക്കമില്ലെങ്കിൽ രാവിലെ കണ്ണ് തുറക്കാനേ ഒക്കത്തില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർക്കും ശരി, രാത്രി നല്ല പോലെ 6 മണിക്കൂറാണെങ്കിൽ 6 മണിക്കൂർ ഡിസ്റ്റർബൻസ് ഇല്ലാതെ നല്ല രീതിയിൽ ഉറങ്ങണം. ചിലപ്പം വെയിൽ കാലത്ത് AC ഇല്ലെങ്കിൽ ഈ കഴുത്തിലൊക്കെ വേർത്ത് ഒലിക്കും. അങ്ങനെ ഉറക്കം വരാതിരിക്കും. AC കിടക്കുന്നവർക്ക് നല്ല തണുപ്പുള്ളതുകൊണ്ട് കൂടുതൽ ഉറങ്ങും. തണുപ്പുണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ തോന്നും. അപ്പോൾ എണ്ണിച്ച് പോയി ബാത്റൂം പോയിട്ട് വന്നാൽ പിന്നെ ഉടനെ വെള്ളം കുടിക്കണം, പിന്നെ 2 മണിക്കൂർ കിടക്കണം, വീണ്ടും പോകും. അങ്ങനെയൊക്കെ ഈ ഡിസ്റ്റർബൻസ് ഒരുപാട് ഇല്ലാതെ ഒറ്റയടിക്ക് 6 മണിക്കൂർ ഉറങ്ങിയാൽ അതായിരിക്കും ബെസ്റ്റ്. പിന്നെ വയസ്സായവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണരും, മൂത്രം ഒഴിക്കാൻ തോന്നും, വെള്ളം കുടിക്കാൻ തോന്നും, വായൊക്കെ ഉണങ്ങും. അപ്പം കുറച്ച് വെള്ളം കുടിക്കും. അപ്പോൾ രാത്രി ശകലം വെള്ളം കുടിച്ചാലും മതി, 2 ലിറ്റർ മൂത്രം പോകുന്ന പോലെ തോന്നും. അതൊക്കെ നാച്ചുറലാണ്. അതൊക്കെ അങ്ങനെ ദേഹത്തിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഓക്കെ. സോ ഇതൊക്കെയാണ് ഉറക്കത്തിനെ കുറിച്ചുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. പിന്നെ ഉറക്കം എന്ന് ഉറങ്ങുമ്പം എല്ലാ അവയവങ്ങളും റെസ്റ്റ് എടുക്കുമെന്ന് പറയും. അതും ശരിയല്ല. ഒരു ഭാഗവും റെസ്റ്റ് എടുക്കുന്നില്ല. റെസ്റ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതിരിക്കുന്നു. ഇപ്പം നമ്മൾ വയറ് നിറയെ കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിയാലും അടുത്ത ദിവസം രാവിലെ വിശക്കും. അപ്പോൾ രാത്രി ദഹനം നടക്കുന്നുണ്ട്, അപ്പം ജീരണിക്കുന്നുണ്ട്, അപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് ശ്വസിക്കുന്നു, ഹാർട്ട് പമ്പ് ചെയ്യുന്നു, കിഡ്നി വേസ്റ്റിനെ വെളിത്തള്ളുന്നു. അങ്ങനെയല്ലേ യൂറിൻ ഫോം ആകുന്നത്, ഇല്ലയോ? അപ്പം ഒരു ഓർഗനും ഉറങ്ങുന്നില്ല, പക്ഷേ കുറച്ച് സ്ലോ ഡൗൺ ആകും. ഇപ്പോൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഉറങ്ങുന്നില്ല. ഉറങ്ങുമ്പം കോൺഷ്യസ് ആയിട്ട് ഉറങ്ങുന്നത് ബുദ്ധൻ്റെ കൂട്ടമുള്ള ആൾക്കാർ, മഹാന്കളെ കൊണ്ടേ ഒക്കത്തുള്ളൂ. അതിലേ പറഞ്ഞു, ബുദ്ധൻ ഇങ്ങനെ കിടന്നുകൊണ്ട് രാത്രി മുഴുക്കെ കിടക്കും, ഉറക്കത്തിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ടിരിക്കും, തല താഴത്തില്ല, കൈ മാറത്തില്ല. അതൊക്കെ അവയർനെസ്സോട് കൂടിയ ഉറക്കം. അതുകൊണ്ട് അപ്പം ഈ ഉറക്കത്തിൽ എല്ലാ ഓർഗൻസും കുറച്ച് സ്ലോ ആകും. അതുകൊണ്ടാണ് കഴിച്ച ഉടനെ ഉറങ്ങരുത്, അത്താഴം അരക്കാതെ നടക്കണം എന്നൊക്കെ പറയുന്നത്. ഉച്ചയ്ക്കും ഉടനെ പോയി കിടന്ന് ഉറങ്ങരുത്. പക്ഷേ ഒരുപാട് ഉണ്ടാലും ഈ കൊഴുപ്പ് നിറഞ്ഞ കാര്യങ്ങൾ, ഈ ബിരിയാണി ഇതൊക്കെ കഴിക്കുമ്പം ഉറക്കം വരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിനും സയൻസ് ആണ്. ഉള്ള ശക്തി, ഉള്ള ബ്ലഡെല്ലാം ഈ ആമാശയത്തിലോട്ട് പോകും, ബ്രെയിനിൽ പോകുന്നത് കുറച്ച് കുറയും. അതുകൊണ്ടാണ് ഈ ഡൾനെസ്സിൽ ഉറക്കം വരുന്നത്. എന്നുവെച്ചാൽ അത്ര ബ്ലഡും ആമാശയത്തിലോട്ടാണ് പോകുന്നത്, സ്റ്റമക്കിലോട്ടാണ് പോകുന്നത്. അവിടെ പോയി അതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ. അതുകൊണ്ടാണ് പണ്ടേ കാലത്തുള്ളവരെല്ലാം പറഞ്ഞ് സൂര്യാസ്തമനത്തിന് മുന്നേ കഴിക്കണം. അതായത് ഇപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ 9 മണിക്ക് ഉറങ്ങിയാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പേ 2/3 ജീർണമായിരിക്കണം. 2/3 3/2 ഭാഗമെങ്കിലും ദഹിച്ചിരിക്കണം വയറ്റിൽ. കംപ്ലീറ്റായിട്ട് ദഹിച്ചിട്ട് കിടന്നുറങ്ങുന്നത് ഇനിയും നല്ലത്. അപ്പോൾ എന്തോയാവും, നല്ല ഉറക്കം വരും. ഈ വയറ്റിൽ കൂടുതൽ കിടന്ന് ഈ ഉച്ചയ്ക്കൊക്കെ ഉറങ്ങുന്നത് വേറെ, ഈ നല്ല രീതിയിൽ ദഹിച്ച് പിന്നീട് സമാധാനത്തോട് രാത്രി കിടന്ന് ഉറങ്ങുന്നത് വേറെ. അതിനെല്ലാത്തിനും ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്ന് പറയും. അതൊക്കെ വേറെയാണ്. ഓക്കെ. ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്നുവെച്ചാൽ അത് അതിൻ്റെ തരം, അതിൻ്റെ രീതി എത്രയ്ക്ക് നല്ലത് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ. അപ്പം ഒരു ഓർഗനും ഉറങ്ങുന്നില്ല, ജോലി ചെയ്യാതല്ല. എല്ലാ ഓർഗനും ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ച് സമാധാനത്തിൽ ചെയ്യും. പക്ഷേ നമ്മുടെ ഉപബോധ മനസ്സെടുത്താൽ
അത് 24 മണിക്കൂറും, അത് 24/7 അത് വർക്കിംഗ് ആണ്. ഹാർട്ട് വർക്കിംഗ് ആണ് 24/7. നമ്മുടെ ശ്വാസം 24/7 ആണ്. 24/7 എന്ന് വെച്ചാൽ മരിക്കുന്നവരെ അതങ്ങനെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു, ഇല്ലയോ? അപ്പം അതൊക്കെയാണ് അതിൻ്റെ സയൻസ്. അപ്പം ഓർഗൻസ് എല്ലാം ഉറങ്ങുന്നു എന്ന് പറയുന്നതും തെറ്റ്. ഓർഗൻസ് എല്ലാം നല്ലപോലെ ജോലി ചെയ്യുന്നെന്നും പറയുന്നതും തെറ്റ്. ഒരുവിധം കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യും. പക്ഷേ ഉറങ്ങുന്ന സമയത്ത് വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സംഭവം എന്തുവാന്ന് വെച്ചാൽ അത് നമ്മുടെ ഉപബോധ മനസ്സ്. ബാക്കിയെല്ലാം കുറേശ്ശെ ഉറങ്ങുമ്പോഴത്തേക്ക് ഇത് ആക്റ്റീവായി എപ്പോഴും ഉണർന്നിരിക്കും. പക്ഷേ അപ്പോഴായിരിക്കും ആക്റ്റീവായിട്ട് എല്ലാം അടുക്കിപ്പെറുക്കി വയ്ക്കുന്ന ചിട്ടയോടുകൂടി അന്ന് നമ്മൾ അകത്തിട്ട സാധനങ്ങളെല്ലാം അടുക്കിപ്പെറുക്കി ചിട്ടയോടുകൂടി അടുക്കി വയ്ക്കുന്ന സമയമാണ് നമ്മൾ ഉറങ്ങുന്ന സമയം. അതുമാത്രമല്ല, എന്താണെന്ന് വെച്ചാൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്തുകൊണ്ട് അത്ര ആക്റ്റീവായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കോൺഷ്യസ് മൈൻഡിൻ്റെ ഇൻ്റർഫറൻസ് ഇല്ല. കോൺഷ്യസ് മൈൻഡ് അതിൻ്റെ ജോലിയിൽ ഇടപെടുന്നില്ല. ഏത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലിയിൽ ഇടപെടുന്നില്ല. അതും ഒരു മയക്ക നിലയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിന് നല്ല രീതിയിൽ നമ്മൾ ഉറങ്ങുമ്പം ജോലി ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ജസ്റ്റ് ഉറങ്ങുന്നതിന് മുമ്പേ പറയേണ്ടതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് ഇട്ടിട്ട് കടാ, രാവിലെ ഉണരുമ്പോൾ നിങ്ങൾക്ക് അതിന് ഉള്ള ഉത്തരം കിട്ടും എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഈ ഉറക്കത്തിൽ ഹീലിംഗ് നടക്കുന്നുണ്ട്. ഹീലിംഗ് എന്ന് വെച്ചാൽ ഈ പുതുപ്പിക്കൽ. എല്ലാ ഓർഗൻസിനും ഈ പുതുപ്പിക്കൽ പരിപാടിയുണ്ട്. പുതുപ്പിക്കൽ എന്ന് വെച്ചാൽ ഈ ടയേർഡായി വളരെ പഴയതായ സെൽസ് എല്ലാത്തിനെയും മാറ്റി പുതിയ സെൽസ് ഉണ്ടാക്കും. അതിനൊക്കെ സമയങ്ങളുണ്ട്. അത് വെച്ചായിരിക്കും നമ്മളുടെ ലൈഫിനെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ പിന്നെ ഉറക്കത്തിൽ നമുക്ക് സ്വപ്നം വരുന്നു. സ്വപ്നത്തിൽ പല കാര്യങ്ങൾ നമുക്ക് ഉണർത്തി തരുന്നു. അല്ലെങ്കിൽ ഉറങ്ങി എണ്ണിച്ച ഉടനെ നമുക്ക് ഉപബോധ മനസ്സ് നമുക്ക് ആൻസർ തരുന്നു, ഐഡിയാസ് തരുന്നു. അപ്പം എല്ലാം കൊണ്ടും ഉറക്കം ഒരു മസ്റ്റാണ്, ഒരു അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷേ കൂടിപ്പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. കുറഞ്ഞും പോകരുത്. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ടീച്ചിങ് പ്രൊഫഷനിൽ പഠിക്കാത്ത പിള്ളേരെ ഞാൻ വഴക്ക് പറയും, മിസ്ബിഹേവ് ചെയ്യുന്ന പിള്ളേരെ ഞാൻ വഴക്ക് പറയും. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ ആരെങ്കിലും ഉറങ്ങിയാൽ ഞാൻ ഒന്നും പറയത്തില്ല. എന്താണെന്ന് വെച്ചാൽ അവർ ഉറങ്ങുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടല്ല, അതിന് മേളി അവർ രാത്രി ഉറങ്ങി കാണത്തില്ല, അല്ലെങ്കിൽ അസുഖം കാണും, എന്തെങ്കിലും കാണുന്നതുകൊണ്ടാണ് അവരെ അറിയാണ്ട് അങ്ങ് ഉറങ്ങിപ്പോകുന്നത്. അങ്ങനെ ഉറങ്ങുമ്പം നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ അത് അവരുടെ ദേഹത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ ഉറങ്ങുന്നത്. ഓക്കെ. അപ്പം ഇതിലെന്തോ പറയുന്നത് വെച്ചാൽ ഡോക്ടർ ജോൺ ബിഞ്ച്ലോ, എ ഫേമസ് റിസർച്ച് അതോറിറ്റി ഓൺ സ്ലീപ്പ്, റിസർച്ചിൽ ഉറക്കത്തിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ വലിയ ഒരു പേര് കേട്ട മനുഷ്യൻ, അതോറിറ്റി, ജോൺ ബിഞ്ച്ലോ. അദ്ദേഹം എന്തോ പറയുന്നത് വെച്ചാൽ ഈ നിങ്ങളൊക്കെ ഈ സാധാരണ പറയുന്ന പോലെ ഓർഗൻസ് റെസ്റ്റ് എടുക്കുന്നു എന്ന് പറയുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അതിനു പുറമേ നിങ്ങളുടെ ആത്മാവ് ദൈവത്തിനോട് തുടർബ് കൊള്ളുന്ന സമയം, കണക്റ്റ് ആവുന്ന സമയമാണ് ഉറക്കം എന്ന് പറയുന്നു. അപ്പം ഉറക്കത്തിലും അദ്ദേഹം, അതായത് നമ്മൾ ഉറങ്ങുമ്പം നമ്മളുടെ ആത്മാവ് ദൈവത്തിനോട് കണക്റ്റ് ആകുന്നു. അതായത് നമ്മുടെ ജീവാത്മ പരമാത്മാവിനോട് കണക്റ്റ് ആകുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ആൻസറൊക്കെ കിട്ടുന്നത്. ഓക്കെ, അതൊന്ന്. പിന്നെ ഈ പ്രാർത്ഥിക്കുന്നില്ലയോ, പ്രേയർ എ ഫോം ഓഫ് സ്ലീപ്പ്. ഈ പ്രാർത്ഥിക്കുന്നത് പോലും ഒരു ഫോം ഓഫ് സ്ലീപ്പ്, ഒരുവിധം ഉറക്കത്തിന് തുല്യമെന്ന് പറയുന്നു. ഈ പ്രേയർ ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അതായത് നമ്മളെ മറന്ന്, നമ്മളുടെ ഈ നമ്മളെ ചുറ്റിയുള്ള കാര്യങ്ങളെല്ലാം മറന്ന്
ഞാനായി എൻ്റെ ദൈവമായി, അല്ലെങ്കിൽ ഞാനായി എൻ്റെ പൂജാമുറിയിൽ ഞാനായി എൻ്റെ ദൈവമായി, അല്ലെങ്കിൽ എവിടെയെങ്കിലും അമ്പലത്തിൽ നിൽക്കുന്നു ഒരു നിമിഷം. എപ്പോഴും നമുക്കത് സംഭവിക്കത്തില്ല. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കുമ്പം ഒരു സെക്കൻഡ് നമുക്കത് തോന്നും. വേറെ ആരുമില്ല, പരസ്പര ബോധമൊന്നുമില്ല, ആളുകളുണ്ടോ, ആളുകൾ നമ്മളെ കാണുന്നോ കേൾക്കുന്നോ ഒന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ചിലപ്പോൾ നമുക്ക് കണ്ണീരങ്ങ് വരും. അത് പ്രാർത്ഥിച്ച കൊണ്ടായിരിക്കാം, നമ്മുടെ മനപ്രയാസം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നന്ദി കൊണ്ടായിരിക്കാം. ദൈവമേ എൻ്റെ ആൾക്കാരെ എല്ലാം രക്ഷപ്പെടുത്തിയല്ലോ, എനിക്ക് ഇത്രയും നല്ലത് തന്നല്ലോ എന്നുള്ള നന്ദി കൊണ്ടായിരിക്കാം. എന്തായിരുന്നാലും പ്രേയറും ഒരു ഉറക്കം പോലെയാണ് എന്ന് പറയുന്നു. അതായത് യു ബിക്കം അസ്ലീപ് ടു ദ വേൾഡ് ഓഫ് സെൻസസ് ആൻഡ് അലൈവ് ടു ദ വിസ്ഡം ആൻഡ് പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. അതായത് പ്രേയർ എന്ന് പറയുമ്പോൾ എന്തുവാ, നമ്മളുടെ ഉപബോധ മനസ്സിനെയാണ് നമ്മൾ ആക്റ്റീവ് ആക്കുന്നത്. അതാണ് ഒരു പ്രേയർ. അപ്പം നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നു, എനിക്കൊരു ബെൻസ് കാർ വേണം, അല്ലെങ്കിൽ എനിക്ക് നല്ല ഒരു വീട് വേണം, അല്ലെങ്കിൽ നല്ല ഒരു പ്രൊമോഷൻ വേണം. അതൊക്കെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തുവാണോ, വേറൊന്നുമല്ല, നമ്മളുടെ ഉപബോധ മനസ്സിൻ്റെ ആഴത്തുനിന്ന് അടിയിന്ന് വരുന്ന ആഗ്രഹങ്ങളാണ്. ആ ഉപബോധ മനസ്സിൽ നിന്ന് വരുന്ന പ്ലാനാണ് നമ്മൾ പ്രാർത്ഥനയായിട്ട് പറയുന്നത്. കോൺഷ്യസ് മൈൻഡോടുകൂടി, ബോധത്തോടുകൂടി അതിനെക്കുറിച്ച് വിചാരിക്കുമ്പം അതിന് പ്രാർത്ഥന എന്ന് പേര്. അപ്പം പ്രാർത്ഥനയും ഒരുവിധമായിട്ടുള്ള ഉറക്കമാണ് എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഉറക്കത്തിനെക്കുറിച്ചുള്ള ചില മിസ്കോൺസെപ്റ്റ്സ് എന്ന് വെച്ചാൽ ഉറക്കത്തിനെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞ് വച്ചിരിക്കുന്ന കാര്യങ്ങൾ. അതായത് ഈ ഉറക്കം വേണം, ആവശ്യത്തിന് ഉറക്കം വേണം, അളവിന് മീറിയാൽ ഏതും നല്ലതല്ല. അപ്പം ഈ ആവശ്യത്തിന് കുറവായിട്ട് ഉറങ്ങിയാൽ അതും നല്ലതിനല്ല. ഓക്കെ, ഇപ്പം എപ്പോഴും 6 മണിക്കൂർ ഉറങ്ങുന്ന ഒരാൾ 4 മണിക്കൂറേ ഉറങ്ങാൻ പറ്റുള്ളൂ. എണീക്കും നമ്മൾ, എന്തെങ്കിലും ഇപ്പം ഫ്ലൈറ്റ് പിടിക്കണം, എയർപോർട്ടിൽ നേരത്തെ എത്തണം, അല്ലെങ്കിൽ രാവിലെ കാർ എടുത്തുകൊണ്ട് പോകണം, മോർണിംഗ് ഡ്രൈവ് ആകുമ്പം നമുക്ക് നല്ല സുഖം കിട്ടും. അതേപോലെ ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യാം, ട്രാഫിക്കൊക്കെ വരുന്നതിന് മുമ്പേ നമുക്കങ്ങ് പോയി ചേരാം, എത്തിപ്പെടാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ നേരത്തെ രാത്രി ലേറ്റായിട്ടായിരിക്കും കിടക്കുന്നത്. 12 മണിയാവും എല്ലാം എടുത്ത് വെച്ചിട്ട് കിടക്കാൻ. ചിലപ്പോൾ 3 മണിക്ക് രാവിലെ എണീച്ച് കുളിച്ച് 4 മണിക്ക് കാർ എടുത്തുകൊണ്ട് വെളിയിൽ പോകേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് സിറ്റുവേഷൻസ് നമുക്കും എല്ലാവർക്കും വരാറുണ്ട്. അങ്ങനെയൊക്കെ പോകുമ്പം 6 മണിക്കൂർ ഉറങ്ങേണ്ട സ്ഥലത്ത് 4 മണിക്കൂറേ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ 2 മണിക്കൂറിൻ്റെ ഉറക്കം അത് ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ദേഹം അതിനെ വലിച്ചെടുത്തോളും. 2 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിലും ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ ഡീപ്പായിട്ട് എപ്പോഴെങ്കിലും ഉറങ്ങിയിരിക്കും. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഇടയിൽ ഉറക്കം വന്നാലും ഉറങ്ങണം. ഉറക്കത്തിന് മരുന്ന് ഉറക്കം തന്നെയാണ്. ഇത് പല പ്രാവശ്യം എൻ്റെ വീഡിയോസിൽ ഞാൻ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ അനുഭവ രീതിയായിട്ട് കണ്ടതാണ്. വേറൊന്നുമില്ല. ഇപ്പം 4-5 മണിക്കുള്ള ട്രെയിൻ വേനാട് കയറണം, 3 മണിക്ക് എണീക്കുന്നു, കുളിക്കുന്നു, 4-4:30 ആകുമ്പോഴത്തേക്ക് കാർ എടുക്കുന്നു, അല്ലെങ്കിൽ സ്കൂട്ടർ എടുക്കുന്നു, അല്ലെങ്കിൽ ഓട്ടോയിൽ പോകുന്നു, 5 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അപ്പം എപ്പോഴും 3 മണിക്ക് എണ്ണിച്ച് ശീലമുള്ളവർക്ക് ഓക്കെ, എന്നാൽ പോലും അവർക്ക് ഇടയിൽ ഉറക്കം വരും. അപ്പോൾ ശീലമേ ഇല്ലാത്തവർ 3 മണിക്ക് ഉണർന്ന് ട്രെയിൻ പിടിക്കാൻ വേണ്ടി നമ്മൾ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പോയാൽ അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങും. ആ ഉറക്കം നമുക്ക് നേരത്തെ ഉറങ്ങുന്നതിൻ്റെ ബാക്കിയാണ്. അത് നമ്മൾ ഉറങ്ങിയേ പറ്റും. അവിടെ ഞാൻ ഇന്ന് ഉറങ്ങത്തേയില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നത് ഇതിൽ എനിക്ക് യോജിപ്പില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങും. എവിടെ ആണെങ്കിലും ശരി, ഞാൻ ട്രെയിനിലാണെങ്കിലും ശരി, ബസ്സിലാണെങ്കിലും ശരി, ഫ്ലൈറ്റിലാണെങ്കിലും ശരി, കുറച്ച് നേരം ആ പറ്റാത്ത ഉറക്കത്തിനെ ഉറങ്ങിത്തന്നെ തീർക്കണം. അങ്ങനെ ഉറങ്ങാതെ ഉറക്കം ഒഴിച്ച് എന്തെങ്കിലും ജോലി ചെയ്താൽ, അങ്ങനെയൊക്കെയാണ് ഈ കാർ ഓട്ടുമ്പോഴൊക്കെ ആക്സിഡൻറ്റ്സ്, മിക്കവാറും ഉള്ള ആക്സിഡൻറ്റ്സ് വരുന്നത് 1 സെക്കൻഡ് കണ്ണടയുമ്പം വരുന്ന ആക്സിഡൻറ്റ്സാണ്, വേറെ ഒന്നുമല്ല. അപ്പം ഉറങ്ങുമ്പം ഉറക്കം വന്നാൽ അവിടെ കിടന്ന് ഉറങ്ങണം. കിടന്നുറങ്ങുമോ, ഇരുന്നുറങ്ങുമോ, നിന്നുറങ്ങുമോ, ഉറങ്ങിയിരിക്കും.
അതായിരിക്കും നല്ലത്. ഒരു പ്രാവശ്യം ഞാനും മക്കളും കൂടെ എവിടെ നല്ല ഒരു അമ്പലത്തിൽ പോയി. കേദാർനാഥിൽ ഞങ്ങൾ കുതിരയിലാണ് പോയത്. വേറെ എവിടെ ഏതോ ഒരു അമ്പലത്തിൽ പോയല്ലോ, ദേവിയുടെ ദേവിയുടെ വൈഷ്ണവ ദേവിക്ക് രാത്രി മുഴുക്കെയാണ് ഈ കുതിരയിൽ. അപ്പോൾ ഞാനൊരു കുതിര, മോനൊരു കുതിര, മോളൊരു കുതിര. അപ്പോൾ എന്നെയാണ് മുൻവശത്ത് പോകാൻ പറഞ്ഞത്. അമ്മ മുൻവശത്ത് പോകണം, ഞങ്ങൾ പുറയിൽ വരാമെന്ന്. അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കുതിരയിലിരുന്ന് വരുന്നു. എനിക്ക് പറ്റുന്നേ ഇല്ല രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ. എന്നുവെച്ചാൽ 1 മണിക്ക് 2 മണിക്ക് നമ്മൾ ഉറങ്ങിയിട്ടേ ഉള്ളൂ, ഉണർന്നിരുന്ന് ശീലമേ ഇല്ല. അപ്പോൾ ഞാൻ കുതിരയുടെ മേളിൽ ഇരുന്ന് ഉറങ്ങുക. കുട്ടികൾ താഴത്തെ ഇതിൽ നിന്ന് കയറി വരുമ്പോൾ അയ്യോ അമ്മ ഉറങ്ങുന്നു, കുതിരയുടെ പുറത്തിരുന്ന് ഉറങ്ങുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് ഒച്ച വയ്ക്കുന്നു. അമ്മ ഉറങ്ങല്ലേ, ഞാൻ ഉറങ്ങി അങ്ങ് വീഴുക. എന്നുവെച്ചാൽ നമുക്ക് ശീലമില്ല. അപ്പോൾ ആ ഉറങ്ങേണ്ട സമയം നമുക്ക് ഏത് സമയം ശീലിച്ചോ ആ സമയത്ത് ഉറങ്ങിയിരിക്കണം. അല്ല ഒരു ചായ കുടിക്കാം, അല്ലെങ്കിൽ കുറച്ച് മുഖം കഴുകിക്കൊണ്ട് പോവാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉറക്കത്തിനെ തൽക്കാലം ഒരു അരമണിക്കൂർ വേണമെങ്കിൽ മാറ്റിയിടാവുന്നല്ലാതെ ആ ബ്രെയിന് നമുക്ക് വേണ്ടിയ ഉറക്കത്തിനെ എടുത്തിരിക്കും. അപ്പോൾ ആ ടെക്നിക്ക് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ രാവിലെയൊക്കെ പോകുമ്പോൾ ഞാൻ മോനെ ഓടിച്ചാലും ശരി, മരുമോനെ ഓടിച്ചാലും ശരി, ആരായിട്ട് ഓടിച്ചാലും ഞാൻ പറയും, ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കോണം. ഒരു മരത്തിൻ്റെ ചുവട്ടിലിട് കാറ്, നല്ല തണലുള്ള സ്ഥലത്ത് ഇട്ട് ഒരു അരമണിക്കൂർ ഉറങ്ങും. ഞങ്ങളൊക്കെ അങ്ങനെ. അവരൊക്കെ ഡ്രൈവ് ചെയ്യുന്നവരെ ഞാൻ വളരെയധികം ശ്രദ്ധിച്ച് നോക്കും. ഞാൻ ഉറങ്ങും, പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോൾ അവർ ഉറങ്ങാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം അവിടെ എത്തണം എന്നുള്ള ധൃതിയിൽ വെച്ചാൽ നമ്മളെ അറിയാണ്ട് കണ്ണ് ഒരു സെക്കൻഡ് ഇങ്ങനെ ചുറ്റും. അവിടാണ് ആക്സിഡൻറ്റ് വരും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് നിർത്തി റെസ്റ്റ് എടുത്ത് വേണം കാറിൽ പോകാൻ. വെറുതെ നമ്മുടെ ജീവനെ ഒരു ഉറക്കത്തിന് വേണ്ടി തുലയ്ക്കരുത്. അങ്ങനത്തെ അത്രയ്ക്ക് സാധാരണപ്പെട്ടതല്ല ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു ജീവൻ. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞത്. അപ്പം ആവശ്യത്തിന് ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇറിറ്റേഷനാണ്. അന്ന് പൂരം ഒരു ഡള്ളായിട്ടിരിക്കും. എവിടെയെങ്കിലും ഇരിക്കാമോ കിടക്കാമോ ഉറങ്ങാമോ എന്ന് തോന്നും. അപ്പം അതിന് മുമ്പേ തന്നെ ആവശ്യത്തിന് കിടന്ന് ഉറങ്ങിയാൽ നമ്മൾ ഫ്രഷായിട്ടിരിക്കും. അതുമാത്രമല്ല സ്പിരിച്വലിയും നമുക്ക് റീചാർജ് ചെയ്യാനുള്ള ഒരു സമയമാണ്. അതാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ സോള്, നിങ്ങളുടെ ആത്മ ദൈവത്തിനോട് കണക്റ്റ് ആവുന്ന സമയമാണ് ഉറക്കം എന്നാണ് പറയുന്നത്. അപ്പം അതുമാത്രമല്ല വേറൊരു കാര്യവും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചതാണ് പറയുന്നത്. ഈ ശരിക്കും ഉറങ്ങിയില്ലെങ്കിൽ ഇപ്പോൾ ട്രെയിനിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ കാറിൽ പോകുമ്പോൾ നമുക്ക് ഉറങ്ങാം. നമ്മൾ വാഹനത്തിനെ ഓട്ടിക്കാത്തവരെ നമുക്ക് പുറയിലിരുന്നോ മുമ്പിലിരുന്നോ എങ്ങനെയോ ഉറങ്ങി തീർക്കും. ആവശ്യത്തിനുള്ള ഉറക്കം എടുക്കും. ഇപ്പം ചിലർക്ക് അത് അങ്ങനെ ഉറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണെങ്കിൽ അവർ ഒരു സെക്കൻഡ്, ഒരു 10 സെക്കൻഡ്, ഒരു 20 സെക്കൻഡ് ആ ലാപ്സ് ഒന്നും ഉണ്ടാകും, കണ്ണടയും. അത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനും ഒരുപാട് അനുഭവപ്പെട്ടതാണ്. ഫ്ലീറ്റിംഗ് സ്റ്റോളൻ നാപ്സ് കോൾഡ് ലാപ്സസ്. ഫ്ലീറ്റിംഗ് സ്റ്റോളൻ നാപ്സ് കോൾഡ് ലാപ്സസ്. അത് നടക്കും. അത് എങ്ങനെ? ഈച്ച് ലാപ്സ് ലാസ്റ്റഡ് ജസ്റ്റ് എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. ഒരു സെക്കൻഡിൻ്റെ ഒരു പകുതിയിൽ കണ്ണങ്ങ് അടയും. അതും ആ അടയുന്ന സമയത്തായിരിക്കും നമ്മുടെ ബ്രെയിൻ സെൽസൊക്കെ റെസ്റ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പം അങ്ങനെ ടോട്ടലി ബ്ലാങ്ക് ആയി പോകും. ആ ലാപ്സിനാണ് നമ്മൾ ടോട്ടൽ ബ്ലാങ്ക്നെസ് എന്ന് പറയും. അങ്ങനെയൊക്കെ ആ ടോട്ടൽ ബ്ലാങ്ക്നെസ് വരുമ്പോഴാണ് കാർ ഓട്ടിക്കുമ്പം ആക്സിഡൻറ്റ്സ് വരുന്നത്. കാറോ ബസ്സോ വാഹനങ്ങൾ ഓട്ടിക്കുമ്പോൾ. അപ്പം ഇതേണ്ടേ, ഈവൻ ഇഫ് ദ സബ്ജക്ട്സ് ഹാഡ് ബീൻ പൈലറ്റിംഗ് ഇൻ എയർലൈൻ, ഒരു എയറോപ്ലെയിൻ ഓട്ടിക്കുന്ന പൈലറ്റ് ആണെങ്കിൽ പോലും, അതായത് ഏത് ടർബുലൻസ് പീരീഡ് എന്ന് പറയും, ഭയങ്കര കാറ്റായിരിക്കും,
പ്ലെയിൻ കിടന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടും, നമ്മളകത്തിരിക്കുന്നവരൊക്കെ ആടും. അപ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്യും, നമ്മളിപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പം ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ടർബുലൻസിലാണ് ഇരിക്കുന്നത്, നിങ്ങൾ സീറ്റ് ബെൽറ്റൊക്കെ ഇടണം, സൂക്ഷിക്കണമെന്ന്. അതൊക്കെ ഒരുമാതിരി ജീവനൊക്കെ ഈ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഗതിയാണത്. അപ്പോഴും അങ്ങനെ ടെൻഷൻ നിറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഒരു പൈലറ്റ് ഓട്ടിക്കൊണ്ട് പോയാൽ പോലും അവൻ്റെ ബ്രെയിനിന് റെസ്റ്റ് വേണമെന്ന് തോന്നിയാൽ അവന് ആ മൈക്രോ ലാപ്സിനെ മാറ്റിവെക്കാൻ പറ്റില്ല. ബ്രെയിൻ അതിൻ്റെ ആവശ്യമുള്ള സമയത്ത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് എടുത്തിരിക്കും. അത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ആണെങ്കിൽ ആണ്, പക്ഷേ അത് സംഭവിച്ചിരിക്കും. ഇതൊന്നും ഞാൻ പല പ്രാവശ്യം എന്നുള്ളിൽ അനുഭവപ്പെട്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ. പിന്നെ ഇനിയൊരു കാര്യം, ഉറക്കം ശരിക്കും ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഓർമ്മശക്തി കുറയും. ഓർമ്മശക്തി ഓർക്കാൻ പറ്റത്തില്ല. അന്ന് ഫുള്ള ഒരു ഇറിറ്റേഷനിലും ഒരു മാതിരത്തെ നമ്മുടെ മൂടങ്ങ് മാറും. അതുപോലെ കൂടുതൽ ഉറങ്ങിയാലും ഈ ലെത്താർജി എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരു സ്റ്റേജിലാകും. അതുകൊണ്ടാണ് പറയുന്നത്, ഉറക്കം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പം ടോൾ മീ ദാറ്റ് ഷീസ് ആണ് പൊസിഷൻ ഇൻ പിന്നെ ഈ ഉറക്കത്തിലാണല്ലോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ആൻസർ തരുന്നത്. അപ്പം അതിൽ ഒരു ലേഡി, ഇതും ലോസ് ഏഞ്ചൽസിലാണ് പറയുന്നത്. അതായത് ഈ ഡോക്ടർ ജോസഫ് മർഫി ഈ റേഡിയോയിൽ സ്പീച്ച് കൊടുക്കും. അപ്പോഴൊക്കെ റേഡിയോ ആണല്ലോ, ടി വി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ റേഡിയോയിൽ സ്പീച്ച് കൊടുക്കുന്നത് ഈ സ്ത്രീ റെഗുലറായിട്ട് കേൾക്കും. അപ്പോൾ അവർക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ വലിയ ഒരു ജോലി ഒരു കമ്പനിയിൽ തരാമെന്ന് പറഞ്ഞു, ഡബിൾ ദ സാലറി കിട്ടും എന്നൊക്കെ. പക്ഷേ അവർക്ക് ആ ജോലി എടുക്കണോ വേണ്ടേന്ന് ഒരു സംശയം. അപ്പം അവർ കിടന്നുറങ്ങുമ്പം അവരുടെ ഈ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നല്ലൊരു ജോലി വരുന്നു, പക്ഷേ അത് എടുക്കണോ വേണ്ടേന്ന് എനിക്കറിയാൻ വയ്യ, രണ്ട് മനസ്സായിട്ടുണ്ട്, അപ്പം നീ തന്നെ അതിനൊരു ആൻസർ പറയണം എന്ന് ഇവർ പറഞ്ഞിട്ട് കിടന്നുറങ്ങിയപ്പം അടുത്ത ദിവസം അവർക്ക് നല്ല ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് ആ ഓഫർ എടുക്കരുത്, ആ ഓഫർ വേണ്ട, ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യരുത്. ഉള്ളിൽ നിന്ന് അവർക്കൊരു വോയിസ് കേട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവരും എഴുതി കൊടുത്തു, എനിക്ക് ഈ ഓഫർ വേണ്ടാന്ന് എഴുതി കൊടുത്ത് 3 മാസം കഴിഞ്ഞപ്പം അവർക്ക് ന്യൂസ് കിട്ടുന്നു, അവർ ഈ പുതിയ ഓഫർ തന്ന കമ്പനി ദിവാലായി, ബാങ്ക്രപ്റ്റായി, ഒന്നുമില്ലാതെ പോയി, ആ കമ്പനിയെ ഇല്ലാതായി. അപ്പം 3 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്നതെന്നുള്ളത് ഉപബോധ മനസ്സിന് അറിയാൻ പറ്റി. അതുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീക്ക് നീ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ പേരിലാണ് അവർ വേണ്ടാന്നും എഴുതി കൊടുത്തത്. അപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്നത്, ഈ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉപബോധ മനസ്സിന് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഉറക്കത്തിലാണ്. ഓക്കെ. അപ്പം ഉറക്കത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലിടുക. എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഇൻസിഡൻസ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ശരി. ബാക്കി കാര്യങ്ങൾ വരുന്ന വീഡിയോകളിൽ കാണാം.